സാധാരണക്കാരൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിയെടുക്കുന്ന ഒരു വികസന പ്രക്രിയയാണ് ഈ സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യമായ കാര്യം. അതല്ലാതെ 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത് 5 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത് പാലം കെട്ടി എന്നുള്ളതല്ല. അത് ടാക്സ് വരുമ്പോൾ ഏതൊരു ഭരണാധിപനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാങ്കില് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി നഷ്ടത്തിലായിരുന്ന ബാങ്കിനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് എനിക്കറിയാം. നീണ്ട 27 വർഷവും 25% ലാഭവിഹിതം കൊടുത്ത അപൂർവങ്ങളിൽ അപൂർവമായ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് തലപ്പല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾ കോളേജിൽ പഠിച്ച കാലഘട്ടത്തിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് റോഷിയേഴ്സിനെ ഒരു തവണ തോപ്പിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ശരിയാണ്, റോഷിയാസിന് അന്ന് തോറ്റുപോയത് എനിക്കെതിരെ നിന്ന്. അതിന്റെ കാരണം റോഷി പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടൊന്നും, ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടെങ്കിലും റോഷിയുടെ പാർട്ടി എന്ന് പറയുന്നൊരു ചെറിയ പാർട്ടിയാണ്. അതിനോടൊപ്പം തന്നെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഫുള്ളൊരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നെറ്റിയിലെ വേർപ്പുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അല്ലാതെ എനിക്ക് സ്വന്തം ബിസിനസ്സും പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രൈമറി ഇമ്പോർട്ടൻസ് ബിസിനസ്സിന് കൊടുക്കുകയും സെക്കൻഡറി ഇമ്പോർട്ടൻസ് രാഷ്ട്ര സേവനത്തിന് കൊടുക്കുകയും ചെയ്യും. അതേ ഞാൻ ചെയ്തുള്ളൂ. കാരണം രാഷ്ട്രീയക്കാരും അതൊരു കുലത്തൊഴിലായിട്ട് എടുക്കരുത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സജി മൂലച്ചാലിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ സജിയോട് നമുക്ക് ചോദിച്ചറിയാം. ഈ കഴിഞ്ഞ നിയമസഭയുടെ ഇലക്ഷനിൽ നല്ല ടൈറ്റ് ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ, ത്രികോണ മത്സരമായിരുന്നല്ലോ പൂഞ്ഞാറിൽ. എന്താണ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്? പൂഞ്ഞാർ നിയോജക മണ്ഡലത്തില് ഇലക്ഷൻ ടൈറ്റ് അല്ല. ഇതിന്റെ കാരണം അടിസ്ഥാനപരമായി പൂഞ്ഞാർ നിയോജക മണ്ഡലം ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്. UDFന് വളരെ അനുകൂലമായ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തില് UDFന്റെ സ്ഥാനാർത്ഥി, ശരിയായ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിച്ച് ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ ഒരു വളരെ പ്രാധാന്യത്തോടുകൂടി വെളിപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്ന 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. എനിക്ക് ഈ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ അകത്ത് ഒരെണ്ണം മുനിസിപ്പാലിറ്റി 9 പഞ്ചായത്തുകളിലും നടന്നപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് UDFന് വൻതോതിലുള്ള വോട്ട് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് കൂളായിട്ട് ജയിച്ച് കയറാൻ പറ്റും. ഈസി ആയിട്ട് UDF ജയിച്ചു വന്നിരിക്കും. കേരളത്തിലെ ആദ്യം ജയിച്ചു വരുന്നതിലെ നമ്പർ 1 മണ്ഡലം പൂഞ്ഞാറായിരിക്കും. കൈപ്പത്തി ചിഹ്നമായിരിക്കും. എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും മിനിമം കാണും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ നമ്മളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയിരുന്നല്ലോ. അപ്പൊ ആ 3-ാം സ്ഥാനത്തേക്ക് പോയ സ്ഥലത്ത് നമ്മൾക്ക് അതായത് നമ്മൾ എപ്പോഴും ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പ്രദേശത്തിൻ്റെ പ്രാദേശിക പ്രത്യേകതകളെ വിലയിരുത്തണം. പൂഞ്ഞാർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളായി UDFന്റെ ഘടകകക്ഷികളായ കേരള കോൺഗ്രസുകൾക്ക് മാറി മാറി കൊടുക്കുകയും അവർ പല മുന്നണികളിൽ മാറി മാറി നിന്ന് കളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ആ മുന്നണികളിൽപ്പെട്ട ചിലർ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളുടെ മനസ്സ് അപ്പോഴും കോൺഗ്രസിനോടും UDFനോടൊപ്പമാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ വന്ന സ്ഥാനാർത്ഥി ലോക്കൽ അല്ലായിരുന്നു എന്നുള്ള പ്രശ്നവും PC ജോർജിനോട് ഉള്ള പൊതു ഒരു എതിരും PC ജോർജ് ജയിക്കാതിരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി തൊട്ടടുത്ത് ജയിക്കാൻ സാധ്യതയുള്ള എന്ന് വിലയിരുത്തപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താണ് അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. അന്നപ്പോ UDF സ്ഥാനാർത്ഥി ഇവിടെ അല്ലായിരുന്നു താമസിച്ചിരുന്നല്ലേ? റെസിഡൻസ് ഇവിടെ അല്ലായിരുന്നു? അല്ല, കോട്ടയത്താണ് പുള്ളി താമസിച്ചിരുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചവരാണല്ലോ. അതെ. അപ്പൊ എനിക്ക് സജിയെ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം മുതൽ അറിയാം. അതിനുശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി പഞ്ചായത്ത് ഭരിച്ചു, ബാങ്ക് ഭരിച്ചു, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നേടാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അതെ, ഞാൻ ആ സമയത്താകുമ്പം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് നീണ്ട 10 വർഷത്തോളം ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യകാലത്തെ പഞ്ചായത്ത് രാജ് ആക്ട് വന്ന ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിലാണ് അധികാരത്തിൽ വരുന്നത്. അന്ന് നല്ല മാസ്റ്റർ പ്രോജക്റ്റുകൾ, അതായത് ഇന്നത്തെ EMS ഭവനോദ്യയിലെ നമ്മുടെ ലൈഫ് സ്കീമൊക്കെ നമ്മുടെ പഞ്ചായത്തിലാണ് ആദ്യം നമ്മൾ നടപ്പാക്കിയത്. ഈ കാര്യങ്ങൾ അത് വളരെ വലിയ തോതിൽ ജനങ്ങൾക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് സാധാരണക്കാരന് വീട് വെക്കാനുള്ള പണം കൊടുക്കുകയും
ഗുണഭോക്താക്കളെ അതിൻ്റെ പലിശ അടയ്ക്കുന്ന ഒരു സ്കീം ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആ സ്കീമിൽ കോട്ടയം ജില്ലയിൽ അന്നത്തെ കാലത്ത് 4600 വീടുകൾ കോട്ടയം ജില്ലാ ബാങ്കുമായിട്ട് സഹകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റൊക്കെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ EMS പദ്ധതിയും ലൈഫും എന്നൊക്കെ പറയുന്ന സ്കീമുകളല്ല. ബാങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി നഷ്ടത്തിലായിരുന്ന ബാങ്കിനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് എനിക്കറിയാം. നീണ്ട 27 വർഷവും 25% ലാഭവിഹിതം കൊടുത്ത അപൂർവങ്ങളിൽ അപൂർവമായ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് തലപ്പല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അത് 13.5 കോടി രൂപ ലാഭത്തിൽ നിന്ന് മാത്രം ബാങ്കിലേക്ക് മാറ്റിവെക്കുകയും 7.5 കോടി രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇത് വെറുതെ ഞാനങ്ങ് പറയുന്നതല്ല, ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ കണക്ക് പ്രകാരം ആർക്കും കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ. അത്ര പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നൊരു ബാങ്കാണ്. എങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടതുപക്ഷം സംസ്ഥാന വ്യാപകമായി ബാങ്കുകൾ ഇടതുപക്ഷത്തിൻ്റെ തകർന്ന് തരിപ്പണമായപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന നല്ല ബാങ്കുകൾ തകർക്കാനുള്ള ഭാഗമായിട്ട്, ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്കിലും ശക്തമായ ഇടപെടൽ നടത്തുകയും അതിനെ പിരിച്ചുവിടാൻ വരെ ശ്രമിക്കുകയും കോടതി ഇടപെട്ട് ഇലക്ഷൻ നടത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കക്ഷികൾക്കാകെ 300-400 വോട്ട് കിട്ടിയപ്പം ഇവിടെ 2800-3000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇക്കുറി നമ്മൾക്ക് സ്ഥാനം കിട്ടി നമ്മൾ MLA ആയി കഴിഞ്ഞാൽ പൂഞ്ഞാറിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? പൂഞ്ഞാറിൻ്റെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായും വലിയൊരു മാറ്റങ്ങൾക്ക് അടുത്ത 5 വർഷം കൊണ്ട് വിധേയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന്, പൂഞ്ഞാർ നിയോജക മണ്ഡലം എന്നുള്ളത് കാർഷിക അടിസ്ഥാനത്തിലുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ ട്രേഡേഴ്സിൻ്റെയും കൂടി ഒരു സ്ഥലമാണ് പൂഞ്ഞാർ. അപ്പം ഈ കാർഷിക മേഖലയും കച്ചവട മേഖലയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആസൂത്രണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അടുത്ത 25 വർഷത്തേക്ക് പൂഞ്ഞാർ നിയോജക മണ്ഡലം എന്തായിരിക്കണം, ഏത് തരത്തിലുള്ള വികസന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യപ്പെടേണ്ടതെന്ന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തും എടുത്ത് ഒരു മുനിസിപ്പാലിറ്റിയും എടുത്ത് പ്രത്യേകമായ പ്രോജക്റ്റുകൾ ഓരോ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഉണ്ടാകും. അതിനെ കോമൺ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുണ്ടാകും. ഒരു ഉദാഹരണം, നമ്മുടെ കാർഷിക മേഖല റബ്ബറാണ്. റബ്ബറിനെ പെട്ടെന്ന് കർഷകർക്ക് കൈവിടാൻ മടിയുണ്ട്. എങ്കിലും റബ്ബർ കൊണ്ട് വലിയ പ്രയോജനം ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും മറ്റ് പല രാജ്യങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതൊക്കെ നമ്മുടെ കർഷകർക്ക് ഇതാണ്. നോർത്തിൽ ഇഷ്ടംപോലെ റബ്ബർ ഉണ്ടല്ലോ, ഉണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് റബ്ബറിനേക്കാൾ 10 ഇരട്ടി ആദായം തരുന്ന പഴവർഗ കൃഷികൾ, അതോടൊപ്പം കിഴങ്ങുവർഗ കൃഷികൾ, ഇങ്ങനെ നിരവധിയായ കൃഷി രീതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അവിടെ കർഷകർക്കൊരു പ്രശ്നം വരുന്നത് ഇതിനെ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് വളരെ സിമ്പിളാണ്. പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് ഓൾറെഡി. ഡീഹൈഡ്രേഷൻ ഉൾപ്പെടെയുള്ള ഡീഫ്രീസിങ് ഉൾപ്പെടെയുള്ള നിരവധി ടെക്നോളജികൾ മാസങ്ങളും വർഷങ്ങളും ഈ പ്രോഡക്റ്റുകൾ സൂക്ഷിച്ചു വയ്ക്കാനും അതിനുള്ള കോമൺ ഫെസിലിറ്റി സെൻറ്ററിന് നബാർഡ് ഉൾപ്പെടെയുള്ള വലിയ ഏജൻസികൾ ധനസഹായം വലിയ തോതിൽ ചെയ്യുന്നതാണ്. അതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായൊരു വികസനം ഉണ്ടെങ്കിൽ കാർഷിക മേഖല വലിയ തോതിൽ ഉണർന്നു വരും. ഇതോടൊപ്പം തന്നെ സെയിം ടൈം ഈക്വൽ പ്രാധാന്യത്തോടു കൂടി അഗ്രി ഓറിയൻറ്റഡ് ടൂറിസം കേരളം പോലെ, അതേസമയം പൂഞ്ഞാർ നിയോജകമണ്ഡലം പോലെ വെസ്റ്റേൺ ഘട്ടുമായിട്ട് ബന്ധിപ്പിച്ച് ഇടുക്കി ജില്ലയായിട്ട് ചേർന്ന് കിടക്കുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ ചെറുകിട ഹോം സ്റ്റേകൾ, അതോടൊപ്പം വാട്ടർഫാൾസുകളുടെ സംരക്ഷണം, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഘടകങ്ങളെ ഉൾച്ചേർത്ത് സാധാരണക്കാരൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിയെടുക്കുന്ന ഒരു വികസന പ്രക്രിയയാണ് ഈ സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യമായ കാര്യം. അതല്ലാതെ 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത് 5 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത് പാലം കെട്ടി എന്നുള്ളതല്ല. അത് ടാക്സ് വരുമ്പോൾ ഏതൊരു ഭരണാധിപനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇടതുപക്ഷം 10 വർഷം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ടാക്സ് ഇല്ലെന്നാക്കി എന്ന് മാത്രമല്ല, കടമെടുത്ത് യാതൊരു റിട്ടേണും ഇല്ലാത്ത മേഖലകളിൽ കൊണ്ടേ മുടക്കി 8.5 തൊട്ട് 9% പലിശ വരെ മുടക്കി കടക്കെണിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ട് ഗുരുതരമായ പ്രത്യാഘാതം നയിക്കുക. ഇത് അതുപോലെ ഒരു ഭഗീരഥ പ്രയത്നം പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റിനെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റൂ. പക്ഷേ സ്റ്റേറ്റിനെ കയറ്റിക്കൊണ്ട് വരാം ഈസി ആയിട്ട്. കാരണം അതിനുള്ള 2-3
പ്രധാനപ്പെട്ട ഫോക്കസിങ് മെക്കാനിസം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണം. ഒന്ന്, കാർഷികാധിഷ്ഠിത ടൂറിസം പദ്ധതികൾ, പഴവർഗ്ഗ കൃഷികൾ. ഇതൊരു സെക്ടറാണെങ്കിൽ അടുത്തത് ഫുഡ് പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ. എൻ്റെ പഞ്ചായത്തിൽ നിരവധി കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇരിക്കുന്ന പഞ്ചായത്താണ്. അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ ലൈസൻസുകൾ കൊടുത്തതാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ ക്രിയേഷൻ കൊടുക്കാൻ പറ്റി. അങ്ങനെ ഫുഡ് പ്രോഡക്റ്റുകളുടെ ഒരു സെക്ഷൻ. അടുത്തത് സാങ്കേതിക വിദ്യയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ആധുനിക ഡേറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അത്രയധികം വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡുള്ള ഉള്ള ഒരു ജനഗതിയുള്ള കേരളത്തിലെ ആൾക്കാർ ബാംഗ്ലൂരും ചെന്നൈയിലും അമേരിക്കയിലും യൂറോപ്പിലും പോയി നാട് വിട്ടു ജീവിക്കേണ്ട സാഹചര്യം ഇവിടുത്തെ യുവജനങ്ങൾ യാതൊരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രിമാരുടെ ഭരണവും കൊണ്ടാണ് ഈ കേരളത്തിന് ഈ ഗതികേട് വന്നത്. അത് പൂർണ്ണമായും തുടച്ചു മാറ്റി പുതിയൊരു വിദ്യാഭ്യാസ സംസ്കാരം, സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനമാക്കിയ സംവിധാനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതിന് യാതൊരു തർക്കവും ഉണ്ടാവില്ല. സജി, ആദ്യം പറഞ്ഞതിലൂടെ കാർഷിക ആൾക്കാർക്ക് ഒരു വലിയ ഉണർവുണ്ടാകും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നില്ല, മതിയായ വില കിട്ടുന്നില്ല. ഇതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും ചുരുങ്ങി പോകുന്നത്. രണ്ടാമത്തേതിലൂടെ ഈ ടൂറിസം വളരുന്നതിലൂടെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് പുതിയ പുതിയ കച്ചവടങ്ങൾ. ഉദാഹരണം പറയാം. കഴിഞ്ഞ 6 മാസം DTPCയുടെ കണക്ക് ഇടുക്കിയിൽ ജില്ലയിൽ 40 ലക്ഷം പേരെ വിസിറ്റ് ചെയ്തു. അതിൽ 20 ലക്ഷം പേര് വാഗമണ്ണിലാണ് വിസിറ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ ഇന്ത്യയിൽ ടോട്ടൽ അമേരിക്കൻ പോപ്പുലേഷൻ്റെ അത്രയും 35 കോടിയോളം മധ്യവർഗത്തിൽപ്പെട്ട ആളുണ്ട്. എവിടെ ടൂർ പോകാനും എവിടെ സാധനങ്ങൾ വാങ്ങാനും എന്ത് സാധനം മാർക്കറ്റിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള. അപ്പം ആ ഒരു സെക്ടർ മാത്രം പരിഗണിച്ചാൽ പോലും കേരളത്തിലെ ടൂറിസം രംഗം വളരെ വലിയ തോതിൽ ഉണർന്നു വരും. അതോടൊപ്പം ആയുർവേദം, ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ് ആയുർവേദിക് ടൂറിസം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറേ കമ്പനികൾ മാത്രമേ ഇതിലേക്ക് വന്നിട്ടുള്ളൂ. അത് കുറച്ചുകൂടെ വൈഡൻ ചെയ്ത് കോമൺ പീപ്പിളിലേക്ക് അത് എത്തണം. എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും. ഇപ്പം ഒരു ഫാമിലിയിൽ 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഈ മേഖല നടപ്പാക്കുമ്പോൾ 4 ലക്ഷം രൂപ ഫാമിലി വരും. അതാണ് അതിന്റെ പോളിസി. എരുമേലി നമ്മുടെ ഇവിടെ അടുത്താവുമ്പോൾ നമുക്കൊരു പിലിഗ്രിമിന്റെ രീതിയിലുള്ള ടൂറിസം പ്ലാൻ ചെയ്യാം. ഞാൻ അത് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചു. ടൂറിസത്തിൽ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ടോട്ടൽ പ്രോജക്റ്റ് ഉണ്ടാകും, സമഗ്രമായ പ്രോജക്റ്റ്. ടൂറിസത്തെ തന്നെ 3ആയി തിരിക്കാം. ഹിൽ ടൂറിസം, ഇടുക്കി അതുപോലെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഹിൽ ടൂറിസം, അതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ, അഡ്വഞ്ചർ ഉൾപ്പെടെയുള്ള. രണ്ടാമത് ആയുർവേദിക് ടൂറിസം, ഹെവി പൊട്ടൻഷ്യൽ. മൂന്നാമത്തേത് പിൽഗ്രിം ടൂറിസം. കേരളം പോലെ ഇത്രയധികം അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മനുഷ്യന് മനസമാധാനം കിട്ടുന്ന എന്ത് കാര്യത്തിനും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക. അവരെ ആരാധിക്കുകയോ അവരവിടെ പള്ളിയിൽ പോവുകയോ അമ്പലത്തിൽ പോവുകയോ ശബരിമലയിൽ പോകുന്ന ആരും തടസ്സപ്പെടുത്തേണ്ട കാര്യം. അതിന് വേണ്ടുന്ന ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അത് മനുഷ്യ സമുദായത്തിന് വലിയ ഒരു ആശ്വാസം, മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം. അതിനോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്തും വളർന്നു വരും. അതിന് പകരം ശബരിമല ഉൾപ്പെടെയുള്ളതിനെ തകർക്കുന്ന നടപടി ഇത് സ്വീകരിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ? അവരുടെ വിശ്വാസം അനുസരിച്ച്, ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച്, മതപരമായ ആചാരങ്ങൾ അനുസരിച്ച് അവർ പൊക്കോട്ടെ അല്ലേ? അല്ല, അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഈ 60 വർഷം ഭരിച്ചപ്പോഴാണല്ലോ ഇന്ത്യയിൽ ഒരു നിയമവും ചട്ടവും പോലീസിങ്ങും മിലിറ്ററിയും നീതിയും ന്യായവും ഒക്കെ ഇവിടെ നടക്കുമെന്ന് ബോധ്യപ്പെട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെടുത്ത് കോൺഗ്രസിനെ കുറ്റം പറയുന്നതിൻ്റെ അടിസ്ഥാനമില്ല. ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ആ നിയമവ്യവസ്ഥയുടെ, പോലീസിങ്ങിന്റെ, മിലിറ്ററിയുടെ ഒരു ചട്ടക്കൂടിൽ നിന്നും ഉള്ളതാണ് നീതിന്യായ വ്യവസ്ഥ പോലും പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ BJP ഗവൺമെന്റ് പോലും അധികാരത്തിൽ വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സജി, നമ്മുടെ കോളേജ് ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ നിന്നിരുന്ന എല്ലാ ഇലക്ഷനുകളിലും സജിക്ക് വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവീസിന് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന്. ഫ്രണ്ട്സേ, ജയിച്ചിരിക്കും, പദ്ധതികളുണ്ടാവും, കേരളത്തിന്റെ ചിത്രം മാറ്റിയിരിക്കും, പൂഞ്ഞാറിന്റെയും മാറ്റിയിരിക്കും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്.